ഫസ്റ്റ് ടൈം ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഹോസ്പിറ്റൽ ബാഗിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് പാക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഞാൻ മെയിനായിട്ട് 3 ബാഗുകളാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എൻ്റെ ബാഗിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെക്കുന്നതിന് വേണ്ടി. അപ്പോൾ എനിക്കൊരു ബാഗ്, ബേബിക്കൊരു ബാഗ്, ബാക്കി കോമൺ തിങ്സ് വെക്കാനായിട്ട് വേറൊരു ബാഗ്, അങ്ങനെ 3 ബാഗുകളാണ് ഞാൻ പാക്ക് ചെയ്തത്. 36 വീക്സ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ ബാഗ് പാക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ ഓൺലൈനായിട്ട് തന്നെയാണ് പർച്ചേസും ചെയ്തത്. ഈ ഒരു ബാഗിൽ എൻ്റെ ഡ്രസ്സുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എല്ലാം കഴുകി തേച്ച് വെച്ചിരിക്കുന്നതാണ്. ഡെലിവറിക്ക് കയറുമ്പോൾ ലേബർ റൂമിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഈ ഒരു കവറിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റി, അണ്ടർ സ്കർട്ട്, പിന്നെ ഒരു പീരീഡ് പാൻറ്റി, തുകർത്ത്, പിന്നെ വൈറ്റ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തേച്ച് മടക്കി ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതാവുമ്പോൾ ലേബർ റൂമിൽ നിന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാർക്ക് എളുപ്പത്തിൽ എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇതൊരു എക്സ്ട്രാ വൈറ്റ് ക്ലോത്താണ്. ചില ഹോസ്പിറ്റലിൽ അത് ചോദിക്കില്ല, പക്ഷേ ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ അത് വേണ്ടി വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നൈറ്റീസാണ്. ഞാൻ എടുത്തിരിക്കുന്നതെല്ലാം ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റികളാണ്. അതുപോലെ തന്നെ മെറ്റേണിറ്റി ഡ്രസ്സും എടുത്തിട്ടുണ്ട്. ഞാനൊരു 4 മെറ്റേണിറ്റി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഓൺലൈനായിട്ട് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഡെലിവറി കഴിയുമ്പോൾ എന്തായാലും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പീരീഡ് പാൻറ്റിയാണ്. എവർടീൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പീരീഡ് പാൻറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും എങ്കിലും എക്സ്ട്രാ ഒരെണ്ണം വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. 2 തോർത്തും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഞാൻ ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഞാൻ നഴ്സിംഗ് ബ്രായും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 സ്റ്റോളും കൂടെ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ കവർ ചെയ്യോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് പാഡ്സും എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ്. ലവ് ലാപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് അണ്ടർ സ്കർട്ട്സ് ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ജോഡി ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ വേറൊരു കവറിൽ പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഞാൻ ഈ ഒരു ബാഗിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട്. ഹാൻഡ് ബാഗിൽ അത്യാവശ്യമായിട്ടുള്ള ചാർജർ, ഫോണ്, പിന്നെ പോക്കറ്റ് ടിഷ്യൂ, സാനിറ്റൈസർ, മാസ്ക്, അതുപോലുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻസ്, അതും ഞാൻ ഈ ഒരു ഹാൻഡ് ബാഗിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ബേബിക്കുള്ള ബാഗ് പാക്കിംഗ് നോക്കാം. ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാഗാണ് എടുത്തത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും ബേബിയുടെ ഞാൻ ഓൺലൈൻ വഴിയാണ് മേടിച്ചത്. അതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി തേച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ പാക്ക് ചെയ്തത്. ആദ്യം തന്നെ ബേബിനെ റിസീവ് ചെയ്യാനായിട്ടുള്ളൊരു ടവലാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും ആദ്യം അതാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ ആദ്യം ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പാമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അത് ന്യൂ ബോൺ ടൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒട്ടിക്കുന്ന ടൈപ്പ് പാമ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് ആവശ്യം വരുമോയെന്ന് അറിയില്ല, ആവശ്യം വരുവാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 3 മസ്ലിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് ബേബിനെ സ്വാഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഡ്രൈ ഷീറ്റ്സ് ആണ്. അതും ഒരു 3 എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു 3 ബേബി ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ബേബീനെ റാപ്പ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പോട് കൂടിയിട്ടുള്ള ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേബി ടവൽസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫീഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബർപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ തുടയ്ക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസാണ്. അതൊരു 7 പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് മിറ്റൻസ്, ബൂട്ടീസ്, ക്യാപ്സ്, ഇതെല്ലാം കൂടെ ഒരു 4 സെറ്റ് എടുത്തിട്ടുണ്ട്. എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് സിപ്പ് ലോക്ക് കവറിലാക്കിയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് റോംബേഴ്സാണ്. ഒരു 3 റോംബേഴ്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ജബ്ലാസ് ആണ്, അതായത് കുട്ടി ഉടുപ്പുകൾ. അപ്പോൾ ഈ ജബ്ല തന്നെ ഞാൻ 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ സൈഡിലേക്ക് നീക്കി കെട്ടുന്ന ടൈപ്പ്, പിന്നെ ഒന്ന് ബട്ടൺ ടൈപ്പ്. അത് രണ്ടും ഒരു 5 വീതമുള്ള സെറ്റാണ് എടുത്തിരിക്കുന്നത്. സൈഡിലോട്ട് നീക്കി കെട്ടുന്നതാകുമ്പോൾ നമുക്ക് പൊക്കിൾ കൊടിയിലൊന്നും ഡിസ്റ്റർബൻസ് ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ഡ്രൈ ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ബേബീസിന് നല്ല നെയിൽസ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ട്രിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നെയിൽ കട്ടറിൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബേബിയുടെ ബാഗിലേക്ക് ഞാൻ പാക്ക് ചെയ്തത്.
പിന്നെ ആ ഒരു ബാഗിൻ്റെ സൈഡിൽ തന്നെ എക്സ്ട്രാ കുറച്ച് കവേഴ്സും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. മാറുന്ന ഡ്രസ്സുകൾ ഇട്ട് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് കവറുകളും സിപ്പ് ലോക്ക് കവേഴ്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബേബിക്ക് വേണ്ടിയിട്ട് ഒരു മോസ്കിറ്റോ ബെഡ് മേടിച്ചിട്ടുണ്ട്. ഇനി കൊതുകിൻ്റെ ശല്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബേബീനെ സേഫായിട്ട് കിടത്തി ഉറക്കാനായിട്ട് ഒരു ബെഡ് കം മോസ്കിറ്റോ നെറ്റ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതും ഞാൻ ഓൺലൈൻ തന്നെ മേടിച്ചതാണ്. മോസ്കിറ്റോ നെറ്റും ഇതുപോലത്തെ ഒരു ക്യാരി ബാഗും കൂടെ ഒരു കോംബോ ആയിട്ടാണ് കിട്ടിയത്. ഇതൊരു സ്ലീപ്പിംഗ് ബാഗാണ്. നമുക്ക് ബേബീനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും എടുക്കാനും ബേബീനെ അതിൽ തന്നെ കിടത്തി ഉറക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്ലീപ്പിംഗ് ബാഗും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി മറ്റ് സാധനങ്ങളെല്ലാം കൂടെ വെക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റും ഞാൻ ഇതുപോലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെന്നെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതൊരു മൾട്ടി ഹാങ്ങറാണ്. നമുക്ക് ബേബിയുടെ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഹാങ്ങർ എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ അറ്റ് എ ടൈം നമുക്ക് കുറേ ഡ്രസ്സ് ഇതിൽ ഹാങ് ചെയ്ത് എവിടെയെങ്കിലും തൂക്കിയിടാനായിട്ടൊക്കെ പറ്റും. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു സ്ലിപ്പറാണ്. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലിടാനായിട്ട് എപ്പോഴും വേറൊരു സ്ലിപ്പർ എക്സ്ട്രാ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് ഒരു സ്ലിപ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഉള്ളത് നമുക്ക് ടോയ്ലറ്ററീസായിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനൊരു കുഞ്ഞു ബാഗിലാക്കിയിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെച്ചിരിക്കുന്നത് ഒരു ബോഡി വാഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാനിറ്റൈസർ, കോക്കനട്ട് ഓയിലിൻ്റെ ഒരു ബോട്ടിൽ, പിന്നെ ഒരു അലക്കുന്ന സോപ്പ് എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്, ഒരു ഫേസ് വാഷ്, ഒരു പേസ്റ്റ്, ഹാൻഡ് വാഷ്, ഡെറ്റോള്, പിന്നെ ഒരു വിം ലിക്വിഡ് പാത്രം എന്തെങ്കിലുമൊക്കെ കഴുകി വെക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം എന്തെങ്കിലും എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ബേബിയുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വാഷിംഗ് ലിക്വിഡ്, പിന്നെ ഒരു പാക്കറ്റ് ബഡ്സ്, പിന്നെ ഇത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള വെറ്റ് വൈപ്സ് ആണ്. അതും ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പൗച്ചിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചീപ്പ്, പൊട്ട്, അതുപോലെ തന്നെ മുടി കെട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ ടൈ, അതുപോലെ തന്നെ ഒരു ക്ലിപ്പ്, അത്രയും കൂടെ ഇതുപോലെ ഒരു പൗച്ചിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ലിപ് ബാം കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ലിപ്സൊക്കെ നല്ല ഡ്രൈ ആവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ലിപ് ബാമും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ ഈ ഒരു പൗച്ചിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കത്തിയും ഒരു കത്രികയും. ഇത് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എല്ലാം കൂടെ അടങ്ങിയ ഫയൽസ്. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററീസും പിന്നെ ആധാർ കാർഡ് അതുപോലുള്ള സാധനങ്ങൾ എല്ലാം കൂടെ നമുക്ക് ഈ ഒരു ഫയലിലാക്കി വെക്കാം. പിന്നെ ഞാൻ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ്, ഒരു സ്പൂണ്, ഒരു ചെറിയൊരു ചോറ്റുപാത്രം, അത്രയും സാധനങ്ങളും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പാലട, ഗോകർണം എന്നൊക്കെ പറയും. ഇത് ബേബിക്ക് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാധനമാണ്. ഇതും കൂടെ ഒരെണ്ണം എക്സ്ട്രാ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ബാഗും പിന്നെ ഈ ഒരു ബാസ്ക്കറ്റും, അങ്ങനെ മൊത്തം 3 ബാഗിലായിട്ടാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തത്. അപ്പോൾ പുതുതായിട്ട് ബാഗ് പാക്ക് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലൊരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ബാഗ് പാക്ക് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാം.